തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഉള്ളത്തിൽ നിറയണമേ, കൊള്ളുവാൻ ഇടമില്ലാതൊഴുകണമേ. ഉള്ളത്തിൽ ഇന്നു വന്നു നിറയണമേ, കൊള്ളുവാൻ ഇടമില്ലാതൊഴുകണമേ. ദാഹിക്കും ദേഹി കുളിരണിയണമേ, പാവിക്ക് ഭോജനമേകണമേ. ദാഹിക്കും ദേഹി കുളിരണിയണമേ, പാവിക്ക് ഭോജനമേകണമേ. സത്യരൂപിയാദിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ. സത്യരൂപിയാദിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആദിഭൂമിൽ സ്ത്രീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിറച്ചതുപോലെ ഞങ്ങളിലും അങ്ങയുടെ ആത്മാവിൽ ചോദിച്ച് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ വിശുദ്ധരാക്കണമേ. നമുക്ക് പാടി ആരാധിക്കാം. ആദിഭൂമിൽ ജീവൻ നിറച്ചായതുപോലാകുവാൻ ആത്മാവിൽ ചൊരിയണം ആദിനാഥനെ. ആദിഭൂമിൽ ജീവൻ നിറച്ചായതുപോലാകുവാൻ ആത്മാവിൽ ചൊരിയണം ആദിനാഥനെ. കൊണ്ടു നിന്നെ വീണ്ടും നേരം കണ്ടു ശുദ്ധന്മാർ, ഉണ്ടെന്നുള്ളിൽ കത്തും കനൽ കാറ്റടിക്കുമ്പോൾ. കണ്ടു നിന്നെ വീണ്ടും നേരം കണ്ടു ശുദ്ധന്മാർ, ഉണ്ടെന്നുള്ളിൽ കത്തും കനൽ കാറ്റടിക്കുമ്പോൾ. സത്യരൂപിയാം നിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ. സത്യരൂപിയാം നിത്യ ദൈവമേ, കത്തിപ്പടരണമിവിടെ. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിവർത്തിച്ച ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും ചേർന്ന് അടിച്ചാട്ടെ. ദൈവമേ, ഞങ്ങളുടെ വിശുദ്ധ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 103 സങ്കീർത്തനം 1 മുതൽ 5 വരെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. വലിയ നോമ്പിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വലിയ നോമ്പിൻ്റെ നാളുകൾ ആത്മതപനത്തിൻ്റെയും സ്വയ പരിശോധനയുടെയും നാളുകളായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രകൃതിയെ നോക്കുമ്പോൾ എല്ലാ തലങ്ങളിലും നോമ്പിൻ്റെ ചില
ചിത്രങ്ങൾ കാണുവാനായി സാധിക്കും. ഒരു മരത്തിൻ്റെ വളർച്ചയിൽ അത് പുതിയ അതിൻ്റെ തൊലി ഉണ്ടാകുമ്പോൾ പഴയ അതിൻ്റെ പ്രൈമറി തൊലി ഉരിഞ്ഞു കളയുന്നത് കാണുവാനായി സാധിക്കും. വളർച്ചയുടെ ഭാഗമായി പുറംതൊലി അടർന്നു മാറുകയും പുതുക്കപ്പെട്ടതായ അതിൻ്റെ പുതിയ തൊലി വരികയും ചെയ്യുമ്പോൾ അത് വളർച്ചയാണ് കാണിക്കുന്നത്. അത് വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ് അനുഷ്ഠിക്കുക വഴിയായി ആത്മീകമായിരിക്കുന്ന ഒരു വളർച്ച നമ്മിൽ ഉണ്ടാകുവാൻ അത് ഇടയായി തീരുമ്പോഴാണ് നമ്മുടെ നോമ്പ് അനുഷ്ഠാനങ്ങൾ അനുഗ്രഹമായി മാറുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്താം. നോമ്പ് എന്താണ്, നോമ്പ് എന്തിനാണ് എന്നെല്ലാം നാം ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുക. നമുക്ക് പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ മരത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകതയാണ് കാലാകാലങ്ങളിൽ മരം തൻ്റെ ഇലകൾ പൊഴിക്കുക എന്നുള്ളത്. ഇലകൾ പൊഴിഞ്ഞു വീഴുമ്പോൾ അത് പുതിയ ഇലകൾ ഉണ്ടായി വരുന്നതിൻ്റെ ഒരു നാന്ദിയാണ്. നമ്മുടെ ജീവിതത്തിലും പഴകിയതിനെ ഉരിഞ്ഞു കളയുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ അതൊരു പുതുക്കത്തിൻ്റെ പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, പുതിയ ഫലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന സന്ദർഭമായി കാണാം. ഞാൻ പോരുന്ന വഴിക്ക് ധാരാളമായിരിക്കുന്ന വൃക്ഷങ്ങളെ ശ്രദ്ധിച്ചു പോരുകയായിരുന്നു. പ്രത്യേകിച്ച് ഇലകൾ വാടി തളർന്നതായിരിക്കുന്ന റംബൂട്ടാൻ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ വെയിലിന്റെ കാഠിന്യത്തിൽ അതിൻ്റെ ഇലകളെല്ലാം വാടിയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ശിഖരത്തിലും ധാരാളം പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പൂക്കുലകൾ ശ്രദ്ധിപ്പാനായിട്ടിടയായി. ഇല വാടിയതും കരിഞ്ഞു തുടങ്ങിയതും പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൻ്റെ നാന്ദിയായി ദർശിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലും നാം ചിലതിനെ വർജിക്കുകയാണ്, ചിലതിനെ ഉപേക്ഷിക്കുകയാണ്. 50 ദിവസവും മത്സ്യമാംസാദികളെ ഉപേക്ഷിച്ചുകൊണ്ട് 50 ദിവസവും പ്രാർത്ഥനാമുഖരിതമായ ജീവിതം നയിച്ചുകൊണ്ട് 50 ദിവസവും വേദപഠനത്തിലൂടെ, വേദവായനയിലൂടെ, വചനം വായിക്കുന്നതിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മിൽ പുതിയ ഫലങ്ങളും പുതിയ ശക്തിയും പുതിയ കൃപയും പുതിയ നിറവും നമ്മിലേക്ക് കടന്നു വരുമെന്നുള്ളത് ദൈവമക്കൾ ഓർത്തിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പാമ്പിനെ നാം പിടിക്കുമ്പോൾ അതിൻ്റെ പുറമെയുള്ളതായ ആ ശൽക്കങ്ങൾ മരത്തിൻ്റെ വേരിനിടയിലൂടെയോ പാറയിലൂടെയോ ഒക്കെ സഞ്ചരിക്കുമ്പോൾ അത് ഉരിഞ്ഞു കളയുന്നുണ്ട്. അങ്ങനെ ഉരിഞ്ഞു കളയുമ്പോൾ പുതിയൊരു ത്വക്ക് അത് പ്രാപിക്കുകയാണ്. ആ പഴയതിനെ ഉപേക്ഷിക്കുന്നത് പുതുക്കത്തിലേക്ക്, നവീകരണത്തിലേക്കുള്ള യാത്രയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ചില ശൽക്കങ്ങളെ, ചില സ്വഭാവങ്ങളെ, ചില വൈകൃതങ്ങളെ, ചില രീതികളെ ഉപേക്ഷിക്കുവാൻ നോമ്പ് വഴി സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. കേവലം ഇറച്ചിയും മീനും ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, പിതാക്കന്മാർ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: ശരീരാത്മ ദേഹികളെ ദൈവസന്നിധിയിൽ അടിയറവ് പറയുന്നതാണ് നോമ്പ്. ഹല്ലേലൂയ. ശരീര ആത്മദേഹികളെ, നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും ദൈവ തിരുസന്നിധിയിലേക്ക് വിശുദ്ധിയോടെ സമർപ്പിക്കുമ്പോഴാണ് നോമ്പ് അനുഗ്രഹമായി തീരുന്നത്. സഭ കാലാകാലങ്ങളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് നോമ്പിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഒരാണ്ടിന്റെ ആരംഭം മുതൽ, പ്രത്യേകിച്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരാണ്ട് അങ്ങനെയാണ്. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ, അങ്ങനെയുള്ള ഒരാണ്ടിൽ ആദ്യമായി കടന്നു വരുന്നത് 3 നോമ്പാണ്. നിനവേ നോമ്പെന്ന് നാം വിളിക്കുന്നതായ ആ 3 നോമ്പ്. അതിനുശേഷം 18 ദിവസങ്ങൾ കഴിയുമ്പോൾ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്താണ് വലിയ നോമ്പെന്നറിയാം. നമ്മുടെ കർത്താവ് 40 ദിവസം നോമ്പ് നോറ്റു.
ഏലിയാവും മോശയും 40 ദിവസം നോമ്പ് നോറ്റു. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂപ്രയാണം 40 ആണ്ടാണ്. 40 ആണ്ട് അവർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഒരു ചിത്രം കൂടെ ഈ 40 ദിവസത്തെ നമുക്ക് പഠിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് അനുഭവിച്ച കർഷാനുഭവങ്ങളുടെ പീഡാസഹനത്തിന്റെ 10 ദിവസങ്ങൾ കൂടെ ചേർക്കുമ്പോൾ അതാണ് 50 നോമ്പ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ നോമ്പ് ആചരിക്കുന്നത് പുറമേയുള്ള കാര്യത്തിന് വേണ്ടിയല്ല, പുറമേ മനുഷ്യന് വിളങ്ങേണ്ടതിനല്ല. നിങ്ങൾ നോമ്പ് നോക്കുമ്പോൾ മഹത്തുള്ള യെശയ്യാ ദീർഘദർശന പുസ്തകം 58-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നോമ്പ് എന്താണ്, നോമ്പ് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേഴത്തെ പോലെ നിങ്ങൾ തലകൾ കുനിക്കുന്നതോ രട്ടിലും വെണ്ണീറിലും ആയിരുന്നു കൊണ്ട് നിങ്ങൾ കരഞ്ഞ് മനുഷ്യന് വിളങ്ങേണ്ടതിനായി നിവർത്തിക്കപ്പെടുന്നതോ ആകരുത്. അങ്ങനെയാകരുത്. യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് നിങ്ങളുടെ മുഖത്തെ വികൃതമാക്കരുത് എന്ന് യേശു പഠിപ്പിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ നോമ്പുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയപ്പെടുവാൻ, പ്രകീർത്തിക്കപ്പെടുവാൻ, പ്രശംസിക്കപ്പെടുവാനുള്ള ഒന്നായി മാറുകയാണ്. ഞാൻ 50 ദിവസവും ഇറച്ചിയും മീനും കഴിച്ചില്ല. ഞാൻ 50 ദിവസവും എല്ലാ യാമപ്രാർത്ഥനകളും തികച്ചു. ഞാൻ 50 ദിവസവും 40 കുമ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും കഴിയുന്നത്ര പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇങ്ങനെ സ്വയപ്രശംസയ്ക്കോ നീതീകരണത്തിനോ അല്ല, മറിച്ച് ആത്മശരീര മനസ്സുകളെ ദൈവതിരുസന്നിധിയിൽ വിശുദ്ധിയോടെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കണം നോമ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നോമ്പിൽ 4 കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് നാം അറിഞ്ഞിരിക്കണം. എന്താണ് നോമ്പിൽ ഉണ്ടാകേണ്ട 4 കാര്യങ്ങൾ? ഒന്നാമതായി നോമ്പിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ആ കാര്യമെന്ന് പറയുന്നത്, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ദൈവതിരുസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വർജനമുണ്ടാകണം, ഒരു ഉപേക്ഷയുണ്ടാകണം എന്നുള്ളതാണ്. ഒരു അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ട്, ഒരു അനുതാപത്തിന്റെ അനുഭവത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം ഉപേക്ഷയാണ്. ഉപേക്ഷയാണ് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. എന്തിനെല്ലാമാണ് നാം ഉപേക്ഷിക്കേണ്ടത്? കേവല ഇറച്ചിയും മീനും മാത്രമായിരിക്കരുത്. ദുർവിചാരങ്ങൾ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമാകുന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ, ദൈവമക്കളെ, ഈ 50 നോമ്പിൽ നാം നമ്മെ തന്നെ, അതുകൊണ്ടാണ് കർത്തൃദാസി പ്രാർത്ഥന പറഞ്ഞത്, മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, നോമ്പിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? 58-ാം അധ്യായം മഹത്തുള്ള യെശയ്യാ ദീർഘദർശന പുസ്തകം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ദൈവ ആത്മാവിൽ നിറഞ്ഞ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. 58:1. ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം, ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെ കുറിച്ചും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപത്തെ അറിയിക്കുക. ഹല്ലേലൂയ. നോമ്പിൽ ഒന്നാമത് നടക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നോമ്പിൽ കൺവെൻഷനുകൾ, സുവിശേഷ യോഗങ്ങൾ, ധ്യാന യോഗങ്ങൾ പിതാക്കന്മാർ ക്രമീകരിച്ചതിന്റെ താല്പര്യം. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെ കുറിച്ചും അവരുടെ പാപത്തെ കുറിച്ചും അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമതായി നടക്കേണ്ടത് മാനസാന്തരമാ. ദൈവമക്കളെ,
ഒന്നാമതായി നടക്കേണ്ടത് ദൈവത്തിന് സ്തോത്രം, അതേ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ സാധിക്കുമ്പോഴാണ് നോമ്പ് അർത്ഥവത്തായി തീരുന്നത്. പാപത്തെ ഉപേക്ഷിക്കാതെ. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്, അകത്തേക്ക് പോകുന്നതിലൊന്നും വലിയ കാര്യമില്ല അച്ഛാ. എന്നാൽ ദൈവമക്കൾ, നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇറച്ചിയും മീനും മുട്ടയും ഉപേക്ഷിക്കണമെന്ന് പറയുന്നത്? അതിന് ചില വ്യവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. അതിന് ചില ദൈവികമായ അർത്ഥങ്ങളുണ്ട്. മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന, ജഡത്തെ ഉദ്ദീപിപ്പിക്കുന്ന, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിപ്പാൻ തക്കവണ്ണം ജഡത്തിന്റെ പ്രവൃത്തികളെ ബലപ്പെടുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്പകാലത്തേക്ക് വർജിക്കുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. പരിമല കൊച്ചു തിരുമേനിയെ പോലെയുള്ള വിശുദ്ധന്മാർ ജീവിച്ചിരുന്നപ്പോൾ അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ജീവിച്ചിരുന്നപ്പോൾ അവരിലൂടെ രോഗശാന്തി വരം ലോകത്തിന് ലഭിച്ചു. ഭൂതങ്ങൾ പുറത്താക്കപ്പെട്ടു. രോഗികൾ സുഖപ്രാപ്തി. എന്താണ്? അവർ ഭക്ഷണത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് അവർ ആത്മാവിൽ ബലപ്പെട്ട് ദൈവശക്തിയിൽ നിറഞ്ഞ് ദൈവാത്മാവിൽ നിറഞ്ഞ് അവർ പ്രാർത്ഥനയുടെ അരൂപിയിൽ ജീവിച്ചപ്പോൾ പിശാചുക്കൾ വരെ കീഴ്പ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇന്നും നടക്കുന്നു ദൈവമക്കളെ. ഈ ആലയത്തിൽ നടക്കുന്നു, ഈ പരിശുദ്ധമായി കൂടിവരവിൽ നടക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കഴിഞ്ഞ അന്തരീയ വിശുദ്ധീകരണ ധ്യാനം കഴിഞ്ഞു പോകുന്നതിനിടയിൽ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞതിനെ വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്ഭുതങ്ങൾ ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ അനേക തെളിവുകൾ നമ്മുടെ താമസിച്ചുള്ള ധ്യാനം കഴിഞ്ഞ് അനേകർ രോഗികൾ സുഖം പ്രാപിച്ചു പോകുന്നു, ഭൂതഗ്രസ്ത വിടുതൽ പ്രാപിച്ചു പോകുന്നു, മനക്ലേശം അനുഭവിക്കുന്നവർ സൗഖ്യം പ്രാപിച്ചു പോകുന്നു, ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചവർ അതെല്ലാം ഉപേക്ഷിച്ചു പോകുന്നത്, അതെല്ലാം മാറ്റിവെച്ച് ജീവിതത്തിൽ ചൈതന്യം ലഭിച്ചു പോകുന്നത് നാം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന സഹോദരി ജോണി ബ്രദറുമായി വളരെ അടുത്ത് സംസാരിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചു വിട്ടു. ഞാനിവിടെ ഇരുന്നു. പ്രിയപ്പെട്ടവൾ അവൾ സങ്കടം പറഞ്ഞു, അച്ഛാ, അനേക വർഷങ്ങളായി ഞാൻ ഛർദിയാൽ ഭാരപ്പെടുകയാണ്. പച്ചവെള്ളം കുടിച്ചാൽ പോലും ഛർദിയാണ്. വലിയ പ്രയാസത്തിലാണ്. മകൾ ഇന്ന് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമക്കളെ, ഇവിടെ കടന്നു വന്നു, സങ്കടം പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയി വൈദ്യന്മാരെ കണ്ടു. അവർ തന്ന മരുന്നൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ല. മറ്റു പലയിടത്തും പോയി, അതും പ്രയോജനപ്പെട്ടില്ല. അങ്ങനെയാണ് സെന്റ് ജോൺസ് ധ്യാനകേന്ദ്രത്തെ കുറിച്ച് കേട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. ദൈവമക്കളെ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരുവാൻ ആ സഹോദരിയോട് കൂടെ വന്നിട്ടുള്ള ഒരു മകളോട് പറഞ്ഞു. അവൾ പുറത്തുപോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ വെള്ളം രോഗശമനം നൽകുന്ന വെള്ളമാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ആ പ്രിയ മകൾക്ക് കുടിക്കാൻ കൊടുത്തു. അവൾ ആ വെള്ളം കുടിച്ചു കടന്നുപോയി. പിന്നീട് ഒരിക്കൽ പോലും ഛർദിച്ചിട്ടില്ല. ഹല്ലേലൂയ. പിന്നീടൊരിക്കൽ പോലും അതേ ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, എനിക്ക് വയറ് നിറച്ച് ആഹാരം കഴിക്കാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നാം ആത്മാവിൽ ബലപ്പെട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ, നാം ആഹാരങ്ങളെ ഉപേക്ഷിച്ച് അതേ ശരീരത്തെ ക്ഷീണിപ്പിച്ച് ആത്മാവിനെ ബലപ്പെടുത്തുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ഉപവസിച്ചുള്ള ധ്യാനങ്ങൾ അത്ഭുതങ്ങളുടെ ദിനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്. എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെ കുറിച്ചും എന്റെ ജനത്തിന് അവരുടെ പാപത്തെ കുറിച്ചും അറിയിക്കുന്നതാണ് നോമ്പ്. പ്രൈസ് ദി ലോർഡ്. നോമ്പ് ഒരു ഉപേക്ഷയാണ് ദൈവമക്കളെ, ഒരു ഏറ്റുപറച്ചിലാണ്. എന്താണ് ഏറ്റുപറയേണ്ടത്? അകമേ ശുദ്ധീകരിക്കപ്പെടണം. താഴേട്ട് വായിച്ചേ. ഒരുവരെ അശുദ്ധമാക്കുന്നതോ അവന്റെ അകത്തു നിന്ന് പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്ന് തന്നെ. 5-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20-ാമത്തെ വാക്യം. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത. ഉപേക്ഷിക്കേണ്ട എന്താ ദൈവമക്കളെ? 1, ദുർചിന്തയാണ് ഉപേക്ഷിക്കേണ്ടത്. 2, വ്യഭിചാരം,
പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. ദൈവമക്കളെ, നാം ഉപേക്ഷിക്കുക. എന്താണ് നോമ്പ്? നോമ്പ് ഒരു ഉപേക്ഷയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ വക കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ നാം അനുഷ്ഠിക്കുന്ന നോമ്പ് ദൈവസന്നിധിയിൽ ഫലവത്താവുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുർചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ചതി ഉണ്ടോ ദൈവമക്കളെ? നോമ്പിൽ സംഭവിക്കേണ്ട ഒന്നാമത്തെ കാര്യം ദൈവമക്കളെ ഉപേക്ഷയാണ്, ഒരു ഏറ്റുപറച്ചിലാണ്. പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ, പാപത്തെ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചറിയിക്കുമ്പോൾ, അതുകൊണ്ടാ അതേ ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത് എന്റെ ജനത്തോട് അവരുടെ ലംഘനത്തെ കുറിച്ചും. ദൈവമക്കളെ, മനുഷ്യ ജീവിതത്തിൽ പരിശോധിച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുവാനുള്ള വ്യഗ്രത, ദൈവത്തിന്റെ കൽപ്പനകളെ അതേ ഓവർകം ചെയ്യുവാനുള്ള, അതിനെല്ലാം ഉപേക്ഷിച്ചു പോകാനുള്ള മനുഷ്യന്റെ താല്പര്യം വർദ്ധിച്ചു വരികയാണ്. ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, ആനന്ദിക്കുക, ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് നിത്യതയെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുന്ന ആധുനിക ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം. ദൈവമക്കളെ, പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന 3 നോമ്പും 50 നോമ്പും 12 നോമ്പും 15 നോമ്പും 25 നോമ്പും, ഇതാണ് 5 കൽപ്പിത നോമ്പുകൾ. ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനന പെരുന്നാൾ ബന്ധപ്പെട്ടിട്ടുള്ള എൽദോ നോമ്പ്, നമ്മുടെ കർത്താവിനെ പ്രസവിച്ച വിശുദ്ധ ദൈവ മാതാവായ കന്യക മറിയം അമ്മയെ അനുസ്മരിച്ചുകൊണ്ടുള്ള 15 നോമ്പ്, ശൂനോയോ നോമ്പ്, ശ്രീകന്മാരെ സ്മരിച്ചുകൊണ്ടുള്ള 12 ദിവസത്തെ ശ്രീഹാ നോമ്പ്. അതിന് തൊട്ടു മുമ്പ് ദൈവമക്കളെ, അതേ ഫെബ്രുവരി ലാസ്റ്റ്, മാർച്ച്, ഏപ്രിൽ കൊണ്ട് പൂർത്തിയാകുന്നതായ 50 നോമ്പ്, ഫെബ്രുവരിയിലോ ജനുവരി ലാസ്റ്റോ ഫെബ്രുവരിയിലോ നാം ആചരിക്കുന്നതായ 3 നോമ്പ്. ഈ നോമ്പുകൾ എല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതത്തിൽ ചിലതിനെയെല്ലാം ഉപേക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ചിലതിനോട് യാത്ര പറയുവാൻ. കോപമുണ്ടോ, ശാഠ്യമുണ്ടോ, വൈരാഗ്യമുണ്ടോ, വിദ്വേഷമുണ്ടോ, പകയുണ്ടോ? നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു, വചനം നമ്മെ പഠിപ്പിച്ചു. നിന്റെ സഹോദരന് നിന്നോട് വല്ലതുമുണ്ടെന്ന് തോന്നിയാൽ നിന്റെ വഴിപാട് വസ്തു യാഗപീഠത്തിനരികിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യമാവുക. ഹല്ലേലൂയ. നോമ്പ് രമ്യതയുടേതാണ്, നോമ്പ് ക്ഷമയുടേതാണ്, നോമ്പ് സഹനത്തിൻ്റെതാണ്, നോമ്പ് ത്യാഗത്തിൻ്റെതാണ്. ദൈവമക്കളെ, ഞാൻ മുന്നോട്ട് പോകട്ടെ. 1, നോമ്പ് ഉപേക്ഷിക്കുന്നതാണ്. ഉപേക്ഷിക്കുന്നത് എന്തിനെ? പാപത്തെ, അശുദ്ധിയെ, മ്ലേച്ഛതയെ, തിന്മയെ ഉപേക്ഷിക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത് എന്റെ ജനത്തിന് അവർ ലംഘനത്തെ കുറിച്ച്, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് പാപത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകളല്ലേ പ്രിയരെ? മനുഷ്യൻ പിശാചിന് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുക, നീ ചിലതിനെയെല്ലാം ഉപേക്ഷിക്കണം. നിന്റെ പാപത്തെ ഉപേക്ഷിക്കണം, നിന്റെ അശുദ്ധിയെ ഉപേക്ഷിക്കണം. രണ്ടാമതായി നോമ്പില് എന്താണ് നമുക്കുണ്ടാകേണ്ടത്? ഒരു സമർപ്പണമാ ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സമർപ്പണത്തിന്റെ അനുഭവം നോമ്പിലുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. 50 നോമ്പ് വീടുമ്പോൾ അവസാനിക്കുന്നതല്ല ഈ ആചരണവും ഈ അനുഷ്ഠാനവും ഈ സമർപ്പണവും. ഹല്ലേലൂയ. ഇത് ജീവിത അന്ത്യം വരെ ആ സമർപ്പണത്തിൽ ജീവിക്കുവാൻ. പ്രതിസന്ധികൾ വരും, പ്രതികൂലങ്ങൾ വരും, എതിർപ്പുകൾ വരും, രോഗങ്ങൾ വരും, പട്ടിണി വരും, ഭാരങ്ങൾ വരും. എന്നാൽ സമർപ്പണത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു.
സ്നേഹമോടെ ഞാൻ ഇന്നലെ പ്രസംഗിക്കാനായി പോകുന്ന സന്ദർഭത്തിൽ ഒരു പ്രസംഗം കേട്ടുകൊണ്ടുപോയി. ആ പ്രസംഗത്തിൽ ആ ദൈവദാസൻ പറയുകയാണ്, ഒരു സഭയെ വളർത്തി, ഒരു സഭയെ വലുതാക്കി, ഒരു സഭയ്ക്ക് നേതൃത്വം കൊടുത്ത് അതിനെ ശുശ്രൂഷിച്ച് ആ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ച് ആ സഭയിലുള്ള വിശ്വാസികൾ മറ്റൊന്നിലേക്ക് കടന്നുപോയപ്പോൾ അദ്ദേഹം നിരാശപ്പെട്ടില്ല. അദ്ദേഹം ഒരു പാട്ട് ആ സന്ദർഭത്തിൽ എഴുതിയെന്ന് ആ പാട്ട് പാടിക്കൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ വിളിയെയും എൻ്റെ നിയോഗത്തെയും എൻ്റെ സമർപ്പണത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ധൈര്യമായി മുന്നോട്ട് പോയി. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും സമർപ്പണത്തിന് മാറുകയില്ല. ഈ അടുത്ത കാലത്ത് ദൈവസന്നിധിയിലേക്ക് വിളിച്ച് കടന്നുപോയ പാസ്റ്റർ ഗീവർഗീസ് എന്ന് പറയുന്ന ആ ദൈവദാസൻ, മുട്ടം വർഗീസ്, അദ്ദേഹം പറയുകയായിരുന്നു, 18 പശുക്കളെ വളർത്തുന്ന ഒരു ഫാം ഉണ്ടായിരുന്നു, അനേക ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, 8ഓളം വലിയ മുറികളുള്ള വീടുണ്ടായിരുന്നു. സകലവും വിറ്റ് സുവിശേഷത്തിനായി യേശുവിനായി സമർപ്പിച്ച കർത്തദാസൻ 5 രൂപ വാടകയ്ക്ക് വാടക വീട്ടിൽ കിടക്കേണ്ടി വന്നപ്പോൾ 16 ദിവസം കഞ്ഞി കുടിക്കാതെ പട്ടിണി കിടന്നെന്ന് അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം അദ്ദേഹം രേഖപ്പെടുത്തുമ്പോൾ സമർപ്പണത്തിൽ ത്യാഗമുണ്ട് ദൈവമക്കളെ. സമർപ്പണത്തിൽ പട്ടിണിയുണ്ട്, സമർപ്പണത്തിൽ പ്രതികൂലതയുണ്ട്, സമർപ്പണത്തിൽ എതിർപ്പുകളുണ്ട്, സമർപ്പണത്തിൽ ആക്ഷേപമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പോരുന്ന വഴിക്ക് പ്രിയപ്പെട്ട തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ അഭ്യന്തപിതാവായ മോർ തിരുമേനി, നമ്മുടെ ഫീലിക്സ് ജോസ് തിരുമേനിയുടെ ഒരു പ്രസംഗം കേട്ടുകൊണ്ട് പോലും അദ്ദേഹം അച്ഛനായിരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസവും വരാതിരിപ്പാൻ, ഒരു പ്രതികൂലവും വരാതിരിപ്പാൻ, അതേ ദുർസാക്ഷ്യങ്ങൾ ഉണ്ടാകാതിരിപ്പാൻ ഏറെ പരിശ്രമിച്ചെങ്കിലും പലപ്പോഴും പ്രതികൂലങ്ങൾ, പലപ്പോഴും പ്രതിസന്ധികൾ, പലപ്പോഴും എതിർപ്പുകളൊക്കെയും ജീവിതത്തിൽ കടന്നു വന്നു. അതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് താൻ മുന്നോട്ട് പോയതെന്നും ആ പ്രതിസന്ധി നടുവിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ധ്യാനയോഗം നടത്തുമ്പോൾ അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെന്ററിലേക്ക് മാറി, പലരെ ശുശ്രൂഷകരത്തിലേക്ക് മാറി. അപ്പോൾ പ്രതികൂലങ്ങൾ വന്നു, വാക്കുകളെ നിർത്തുകയാണ്, പ്രതിസന്ധികൾ വന്നു, എതിർപ്പുകൾ വന്നു. അവിടെയൊക്കെയും പതറാതെ, അവിടെയൊക്കെയും തൻ്റെ സമർപ്പണത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് കർത്താവ് ഉയർത്തി മാനിച്ചു എന്ന് അഭിയന്തപിതാവിൻ്റെ ആ പ്രസംഗത്തിൽ കേട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവമക്കൾ ഓർത്തുകൊള്ളണം. നമുക്ക് സമർപ്പണം നടത്തുമ്പോൾ നമുക്ക് ഏറെ പ്രതികൂലങ്ങളൊക്കെ വരാം, എന്നാൽ ആ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കണം. മൂന്നാമതായി വേണ്ട ദൈവമക്കളെ, 1 ഉപേക്ഷ, 2 സമർപ്പണം, മൂന്നാമതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്ഷമിക്കുവാനുള്ള മനസ്സ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമിക്കുക. ദൈവമക്കളെ ഉപദ്രവിച്ചവരും നിന്ദിച്ചവരും പഴിച്ചവരും ദുഷിച്ചവരും ആക്ഷേപിച്ചവരോടൊക്കെ ഹൃദയംഗമായി ക്ഷമിക്കുവാൻ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. 1 ഉപേക്ഷ, 2 നോമ്പിൽ വേണ്ടത് സമർപ്പണം, 3 നോമ്പിൽ വേണ്ടത് ദൈവമക്കളെ ക്ഷമയാണ്. ദൈവത്തിന് സ്തോത്രം. ഉപദ്രവിച്ചവരോടും നിന്ദിച്ചവരോടും പഴിച്ചവരോടും ഈ നോമ്പിൽ ക്ഷമിക്കുവാൻ, മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ കഴിയട്ടെ. 4മതായി കൊടുക്കുവാനുള്ള മനസ്സ്, പങ്കുവയ്ക്കുവാനുള്ള മനസ്സ്. നാം ചിലതിനെ ഉപേക്ഷിക്കുമ്പോൾ, രുചികളെ ഉപേക്ഷിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് രുചി വരുത്തുന്നതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്ക് അതാണ് നമ്മുടെ 25 നോമ്പിൽ, നമ്മുടെ ക്രിസ്തുമസിൽ സെന്റ് ജോൺസ് മിഷൻ ചെയ്ത വലിയ ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നു അത്? ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണ കിറ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ സന്തോഷത്തിൽ, നമ്മുടെ ഭവനം ക്രിസ്തുമസ് ആഘോഷിച്ചപ്പോൾ, ജന്മപ്പെരുന്നാൾ ആഘോഷിച്ചപ്പോൾ നിർധനരും നിരാലംബരുമായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഭവനത്തിൽ സന്തോഷത്തിന്റെ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് ഹല്ലേലൂയ. അതേ നോമ്പ്. 1 ഉപേക്ഷ, 2 സമർപ്പണം, 3 ക്ഷമ.
4 കൊടുക്കൽ. തലകളെ നമിക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി ക്രിസ്തുയേശുവിൽ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുമ്പോൾ വലിയ നോമ്പിന്റെ പകുതിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം ചെയ്യട്ടെ. എൻ്റെ കർത്താവേ, ചില പാപക്കെട്ടുകളെ, ചില അശുദ്ധികളെ, ചില മ്ലേച്ഛതകളെ, ചില തിന്മകളെ, ചില അഹങ്കാരങ്ങളെ, ചില ഞാൻ എന്ന ഭാവങ്ങളെ, ചില സ്വയപ്രശംസകളെ ക്രൂശിന്റെ ചുവട്ടിൽ ഉപേക്ഷിക്കുവാൻ, ഹല്ലേലൂയ, ഉപേക്ഷിക്കുവാൻ കർത്താവേ, ചില മുറുകെ പറ്റുന്ന പാപങ്ങളെ, ചില മുറുകെ പറ്റിയിരിക്കുന്ന പാപങ്ങളെ മനഃപൂർവമായി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. ഈ വലിയ നോമ്പ് എനിക്ക് വെണ്മ നൽകണം. ഈ വലിയ നോമ്പ് എന്നെ പ്രകാശിപ്പിക്കണം. ഈ വലിയ നോമ്പ് എനിക്ക് വിശുദ്ധി നൽകണം. ഈ വലിയ നോമ്പ് എന്നെ ഒരു വിശുദ്ധനാക്കി തീർക്കണം, വിശുദ്ധിയാക്കി തീർക്കണം. കർത്താവേ, എന്നിൽ അശുദ്ധമായിരിക്കുന്ന, എന്നിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിന്റെ സകലങ്ങളെ, ആ മരച്ചില്ലകളെ, ആ ഇലകളെ പൊഴിച്ചു കളയുവാൻ, ഹല്ലേലൂയ, ആ തൂവലുകളെ കൊത്തിപ്പറക്കി കളയുവാൻ, ഒരു പുതുമ ധരിക്കുവാൻ, ഹല്ലേലൂയ, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമ്പൂർണമായി ഒരു തിരുമുൾ കാഴ്ചയായി, ഒരു വിശുദ്ധയാഗ വസ്തുവായി, വിശുദ്ധിയോടെ, വെടിപ്പോടെ, നിർമ്മലതയോടെ, ഹൃദയശുദ്ധിയോടെ എൻ്റെ ആത്മശരീര മനസ്സുകളെ ഒരിക്കൽ കൂടെ മാറ്റാൻ ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കാം. ക്ഷമിക്കാതെ എന്തെങ്കിലും ഇന്ന് മനസ്സിലുണ്ടോ? അമ്മായി അമ്മയോട്, മരുമകളോട്, മകനോട്, അപ്പനോട്, സഹോദരനോട്, കൂടപ്പിറപ്പിനോട്, കൂട്ടുകാരോട്, അച്ഛനോട്, മെത്രാച്ചനോട്, ഇടവകയിലുള്ളവരോട്, ദേശത്തുള്ളവരോട്, അധ്യാപകരോട്, മറ്റു ആളുകളോട് ക്ഷമിക്കാത്ത എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ മനഃപൂർവ്വമായി ക്ഷമിക്കുന്നു കർത്താവേ. ഒടുവിലായി നീ എനിക്ക് തന്നിട്ടുള്ളത് ഒന്ന് പങ്കുവെക്കുവാൻ 58-ാമത്തെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കൊള്ളണം. എന്താണ് നോമ്പ്? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതാ നോമ്പ്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതാ, വിവസ്ത്രനെ ധരിപ്പിക്കുന്നതാ, വീടില്ലാത്തവനെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതാ. അതാ സെന്റ് ജോൺസ് മിഷൻ ചെയ്യുന്നത്. വിശക്കുന്നവർക്ക് ഇവിടെ അപ്പമുണ്ട്. ഈ കോതമംഗലം പട്ടണത്തിൽ വിശക്കുന്ന ആരും ഉണ്ടാകരുത്. അതാ നോമ്പ്, അതാ നോമ്പിലൂടെ സാധ്യമാകേണ്ടത്. അതാ സമർപ്പണം. ദൈവത്തിന് സ്തോത്രം. വിവസ്ത്ര വസ്ത്രമായും, വിശക്കുന്നവന് അപ്പമായും, വീടില്ലാത്തവന് കൂടാരമായും ഈ ശുശ്രൂഷയെ കർത്താവിന്റെ വലിയ ദാസനെ, പ്രിയ സിസ്റ്ററെ, ശ്രേഷ്ഠ ദൈവമക്കളെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. നീ ഇതിനെ വളർത്തണമേ, നീ ഇതിനെ കരുതണമേ. അനേകർക്ക് തണലും താങ്ങുമായി ഈ ശുശ്രൂഷയെ മാറ്റണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ നോമ്പിൽ ചിലതിനെ ഉപേക്ഷിക്കുവാൻ, ഈ വലിയ നോമ്പിൽ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുവാൻ, ഈ വലിയ നോമ്പിൽ മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ, ഈ വലിയ നോമ്പിൽ ഇടം കഴിച്ച് വലം കയറിയാതെ എനിക്കുള്ളത് ഇല്ലാത്തവർക്കുമായി പങ്കുവയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥനയും യാതൊരെയും കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായി നാം ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.